ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു ചോപ്പർ ബൈസൈക്കിൾ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ സൈക്കിളുകൾ നമ്മൾ MTB, ഹൈബ്രിഡ്, റോഡ് ബൈക്ക് അങ്ങനെയൊക്കെ കാറ്റഗറികളായിട്ട് തിരിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അവസാനം വരുന്ന ഒരു കാറ്റഗറിയാണ് ലോ റൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോ റൈഡർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പേര് പോലെ തന്നെ അതിന് വളരെ താഴ്ന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് വരുന്നത്. അപ്പോൾ ഈ ലോ റൈഡർ കാറ്റഗറിയിൽ തന്നെ പല ടൈപ്പിലുള്ള സൈക്കിളുകളുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു സൈക്കിളാണ് ഈ ചോപ്പർ ബൈസൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ലോ റൈഡർ സൈക്കിളുകൾ ധാരാളം ഉണ്ട്. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയുള്ള ക്ലബ്ബുകളുണ്ട്. അതുപോലെ അവരതിൻ്റെ ഇവൻറ്റുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു സൈക്കിൾ ചെയ്തു നോക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് അത്യാവശ്യം ഓടിച്ച് നോക്കാവുന്ന ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് എൻ്റെ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ സൈക്കിളിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ എങ്ങനെ വരുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് ആദ്യം ഒരു പ്ലാൻ തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ സൈക്കിളിൻ്റെ ബാക്കിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന 24 ഇഞ്ചിൻ്റെ വീതി കൂടിയ ഒരു ടയറും അതുപോലെ ഫ്രണ്ടിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന 26 ഇഞ്ചിൻ്റെ സാധാ ടൈപ്പ് ടയറുമാണ്. അപ്പോൾ നമുക്ക് ഈ ടയർ രണ്ടും തറയിൽ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു പ്ലാൻ വരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഓരോ പൈപ്പിൻ്റെയും നീളം എത്ര വരും, അതുപോലെ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ അങ്ങനെ വരും എന്നുള്ളതൊന്നും യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ തറയിൽ വരച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സീറ്റിൻ്റെ സെൻറ്റർ പോർഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആകെയുള്ള ഒരു അളവെന്ന് പറയുന്നത് സീറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് ബോട്ടം ബ്രാക്കറ്റ് വരെയുള്ള ലെന്താണ്. അപ്പോൾ ഈ ഒരു അളവ് നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചവിട്ടുന്ന സൈക്കിളിൻ്റെ സീറ്റ് മുതൽ ബോട്ടം ബ്രാക്കറ്റ് വരെയുള്ള ലെന്ത് മെഷർ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതുപോലെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സൈക്കിൾ ചെയ്യുന്നത്, അപ്പോൾ അവർ സ്ഥിരം ഉപയോഗിക്കുന്ന സൈക്കിളിൽ നിന്ന് നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അളവ് നമ്മൾ തറയിൽ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ബോട്ടം ബ്രാക്കറ്റിൻ്റെ ഒരു പൊസിഷൻ മനസ്സിലാക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സൈക്കിളിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടെ വരച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് BSSLRൻ്റെ പഴയൊരു ഹെഡ് ട്യൂബ് ആക്രിക്കടയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മളിതിൻ്റെ ഹെഡ് ട്യൂബായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് പൈപ്പ് വെച്ച് വെൽഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ആംഗിളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് ടോപ്പ് ട്യൂബിൻ്റെയും ഡൗൺ ട്യൂബിൻ്റെയും. അപ്പോൾ അതായത് നമ്മളിതിൻ്റെ ഒറിജിനൽ ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഫ്രെയിം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് പൈപ്പ് വെച്ച് അലൈൻ ചെയ്ത് വെൽഡ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ ഹെഡ് ട്യൂബിൻ്റെ പൈപ്പ് ഇത്രയും നീളം ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്കതൊക്കെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ ഫ്രെയിമിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1 ഇഞ്ചിൻ്റെ GA പൈപ്പാണ്. അപ്പോൾ നമ്മൾ ഫ്രെയിമിൻ്റെ അളവിനനുസരിച്ചുള്ള പൈപ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഹെഡ് ട്യൂബ് ഉപയോഗിച്ചത് കാരണം നമുക്ക് ആ ടോപ്പ് ട്യൂബിൻ്റെയും ഡൗൺ ട്യൂബിൻ്റെയും അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് വെൽഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ബോട്ടം ബ്രാക്കറ്റിൻ്റെ ഷെല്ല് നമ്മൾ പഴയൊരു സൈക്കിൾ ഫ്രെയിമിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മുടെ പൈപ്പിൻ്റെ വെൽഡിങ് വരുന്ന ഭാഗമൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ആ പൈപ്പിൽ നന്നായിട്ട് പിടുത്തം കിട്ടും, നമുക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് വെൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഫ്രെയിം വെൽഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ തറയിൽ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആവില്ല. അപ്പോൾ നമുക്കിനി ഇതിനെ ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവയ്ക്കണം. അപ്പോൾ നമ്മളിത് തറയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആംഗിളൊക്കെ മാറ്റം വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ജോയിൻറ്റ് വരുന്ന ഭാഗമൊക്കെ 6mm കമ്പി ഉപയോഗിച്ച് സ്പോട്ട് ചെയ്ത് നിർത്തണം. അപ്പോൾ ഇത് നമുക്ക് പിന്നീട് ഊരിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് സ്പോട്ട് ചെയ്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രെയിമിനെ എടുത്തിട്ട് നമ്മൾ സാധാരണ വെൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നിരപ്പുള്ള ഒരു മേശയുടെ പുറത്ത് കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ C-ക്ലാമ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഉറപ്പിച്ച് വയ്ക്കണം. ഇനി നമ്മളിതിൽ ബോട്ടം ബ്രാക്കറ്റിൻ്റെ ഷെല്ല് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പോട്ട് ചെയ്ത് നിർത്തണം. അതിനുശേഷം നമ്മൾ ലെവലൊക്കെ നോക്കി അത് കറക്റ്റ് ചെയ്തതിന് ശേഷം എല്ലാ സൈഡിൽ നിന്നും കുറേശ്ശായിട്ട് സ്പോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സൈക്കിളിൻ്റെ ഫ്രെയിം വെൽഡ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ തന്നെ ഫുൾ വെൽഡ് ചെയ്യില്ല. എല്ലാ ജോയിൻറ്റും ഇതുപോലെ എല്ലാ സൈഡിൽ നിന്നും കുറേശ്ശെ സ്പോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അലൈൻമെൻറ്റൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫുൾ വെൽഡ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രെയിമിൻ്റെ അലൈൻമെൻറ്റ് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ വെൽഡിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചെയിൻ സീറ്റ് ചെയിൻ പിടിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫ്രെയിമിനെ കുത്തനെ ലെവൽ ചെയ്ത് നിർത്തണം. അപ്പോൾ നമ്മൾ ഫ്രെയിം കറക്റ്റ് ലെവൽ ചെയ്ത് നിർത്തിയതിന് ശേഷം നമുക്കിതിൽ ചെയിൻ സ്റ്റേ പിടിപ്പിക്കാം. അപ്പോൾ ഈ ചെയിൻ സ്റ്റേ ഞാൻ പഴയ ഒരു സൈക്കിൾ ഫ്രെയിമിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മളിത് വെൽഡ് ചെയ്യുന്ന സമയത്ത് അലൈൻമെൻറ്റ് മാറിപ്പോയിരിക്കാൻ വേണ്ടി നമ്മൾ 6mm 2 കമ്പിയും കൂടെ അതിൽ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പി നമ്മൾ വെൽഡ് ചെയ്തതിന് ശേഷം ഊരി കളയുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റേ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് സീറ്റ് സ്റ്റേ കൊടുക്കണം. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പഴയ സൈക്കിൾ ഫ്രെയിമിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പൈപ്പുകളാണ്.
അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും സ്റ്റേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 6 mm ഒരു കമ്പി വെച്ച് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കമ്പി നമ്മൾ പിന്നീട് ഊരി കളയുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ബോട്ടം ബ്രാക്കറ്റ് വരുന്ന ഭാഗത്ത് ഫ്രെയിമിന് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഷേപ്പിലുള്ള ഒരു പീസ് വെച്ച് വെൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സൈക്കിളിനൊരു ഫോർക്ക് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ കോൺസെറ്റൊക്കെ വരുന്ന പൈപ്പ് നമുക്ക് ഈ പഴയ ഫോർക്കിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഫോർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള പൈപ്പ്. ഇത് 3/4 ഇഞ്ചിൻ്റെ കനം കൂടിയ GI പൈപ്പാണ്. ഇതിന് ഏകദേശം 3 അടിയോളം നീളമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫോർക്കിൽ വീല് പിടിപ്പിക്കാനുള്ള ഡ്രോപ്പ് ഔട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് ഈ ഒരു പ്ലേറ്റിൽ വരച്ചിട്ട് നമുക്ക് അതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പൈപ്പിൻ്റെ അറ്റത്ത് തന്നെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ 2 പൈപ്പിൻ്റെ അറ്റത്തും ഡ്രോപ്പ് ഔട്ട് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫോർക്ക് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ആ ഫോർക്കിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് അറിയാൻ വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ ഇതിലൊരു വീൽ ഹബ് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ 1 ഇഞ്ചിൻ്റെ ആംഗ്ലറിൻ്റെ ഒരു പീസ് നമ്മൾ ഈ ഭാഗത്തായിട്ട് വെച്ച് വെൽഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അലൈൻമെൻ്റ് ഒന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ക്ലാമ്പൊക്കെ ചെയ്തിട്ടാണ് വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ ഫ്രണ്ട് വീല് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ആംഗ്ലർ വെച്ച് വെൽഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ സ്റ്റെമ്മ് പിടിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ അളവ് നമ്മൾ ഫ്രെയിമിൽ വെച്ച് നോക്കി നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഫോർക്കിൻ്റെ സ്റ്റെമ്മ് വരുന്ന പൈപ്പ് നമുക്ക് ഇതിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മളിത് ഫോർക്കൊക്കെ നല്ല രീതിയിൽ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ ബെയറിംഗ് ഒക്കെ ഇട്ടിട്ട് ഫ്രെയിമിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോർക്കിൻ്റെ പൈപ്പ് കുറച്ച് തള്ളി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കത് ആ ഹെഡ് ട്യൂബിൻ്റെ ലെവൽ വരുന്ന കണക്കിനുള്ള നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മുടെ ഫോർക്കിൻ്റെ മുകളിൽ വരുന്ന ടോപ്പ് ലൈറ്റ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു വാഷർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് ഒരു 8 mm നട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ നമ്മളത് വെൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വാഷറിനെ നമ്മുടെ ആ ഫോർക്കിൻ്റെ പൈപ്പിൻ്റെ മുകളിലായിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഹാൻഡിൽ ബാറൊക്കെ പിടിപ്പിക്കാനുള്ള ടോപ്പ് ലൈറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കാർഡ്ബോർഡിൽ ഒരു ടെംപ്ലേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ടെംപ്ലേറ്റ് അനുസരിച്ച് ഒരു ഷീറ്റിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത് ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു സ്ക്വയർ പൈപ്പിൻ്റെ സൈഡിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ സ്റ്റെമ്മിൻ്റെ പൈപ്പ് കടത്തിവിടാനുള്ള വലിയ ഹോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത് വലിയ ഹോൾ ഡ്രിൽ ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയ ബിറ്റ് ഇട്ടിട്ട് ഫുൾ റൗണ്ട് ഡ്രിൽ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കത് ഒരുവിധം റൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ തള്ളി നിൽക്കുന്ന ഭാഗമൊക്കെ നമുക്കൊരു ഫയൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. ഇത് ഹാൻഡിൽ പിടിപ്പിക്കാനുള്ള ക്ലാമ്പാണ്. അപ്പോൾ ഇത് നമ്മൾ പഴയ വണ്ടികളൊക്കെ പൊളിക്കുന്ന സ്ഥലത്തുനിന്ന് പഴയത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്യാനുള്ള ഹോൾ നമുക്ക് ഇട്ടെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിൽ സൈഡ് സ്റ്റാൻഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ആംഗ്ലറിൻ്റെ പീസിൽ നമ്മൾ ഹോളൊക്കെ ഇട്ടിട്ട് അതിൽ സ്റ്റാൻഡ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ആംഗ്ലറിൻ്റെ പീസിനെ നമുക്ക് ഈ ഫ്രെയിമിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് വീലിലായിട്ടൊരു ഡിസ്ക് ബ്രേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഡിസ്ക് ബ്രേക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാമ്പ് നമുക്ക് ഇതിൻ്റെ കിറ്റിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ ക്ലാമ്പ് നമുക്ക് കട്ട് ചെയ്ത് ഈ ഫ്രെയിമിൽ വെൽഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ സൈക്കിളിനൊരു ഹാൻഡിൽ ബാർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പഴയ ബൈക്കിൻ്റെ ഹാൻഡിൽ ബാർ എടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ വെൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ടോപ്പ് ലൈറ്റും അതുപോലെ ഹാൻഡിലും ഒക്കെ നമുക്ക് സൈക്കിളിൽ പിടിപ്പിച്ച് നോക്കാം.
അപ്പോൾ അങ്ങനെ നമ്മൾ ഹാൻഡിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സീറ്റ് ഒന്ന് തൽക്കാലത്തേക്ക് വെച്ച് നോക്കാൻ വേണ്ടി നമ്മൾ സീറ്റ് പോസ്റ്റിൻ്റെ ഒരു പീസും കൂടെ നമ്മൾ ഫ്രെയിമിൽ വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈക്കിളിൽ സീറ്റും ചെയിനും ബ്രേക്കും ഒക്കെ പിടിപ്പിച്ച് നമ്മൾ അത്യാവശ്യം ഓടിക്കാവുന്ന ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കുറച്ച് സാധനങ്ങൾ കൂടെ ഫിറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ വർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയായാലും കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അത് റെഡി ആവുന്ന കണക്കിന് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിം എങ്ങനെയാണ് ചെയ്തത്, ഇതിൻ്റെ മെഷർമെൻറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ സൈക്കിളൊന്ന് ഓടിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.